ഹലോ ഡിയർ ബ്രദേഴ്സ്, നിങ്ങളുടെ ഡ്രാമയൊക്കെ ഇതോടെ അവസാനിപ്പിച്ചേക്ക്. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മതി, ഞാനിതോടെ നിർത്താം. അവരുടെ വിഷമം കണ്ടിട്ടേ ഞങ്ങൾക്ക് സമാധാനം കിട്ടാത്തത്. കറക്റ്റ്, അവര് പറയുന്നത് ശരിയല്ലേ? അവര് പറയുന്നത് മാത്രമാണോ ശരി? ഞങ്ങളുടെ വിഷമം പ്രശ്നമല്ലേ? ഞങ്ങളുടെ സ്വഭാവം ശരിയല്ല, മാത്രമല്ല അവരെ ഞങ്ങൾക്ക് കിട്ടിയാലേ വലിയ കാര്യമെന്നാ പറയുന്നത്. അവർ ചെയ്ത തെറ്റ് മനസ്സിലാക്കി സോറി പറഞ്ഞപ്പോ എന്താ പ്രശ്നം? അവർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. ദേഷ്യമാണെങ്കിലും വിഷമാണെങ്കിലും അവർ നിങ്ങളോടല്ല ഷെയർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് മറ്റെന്താ വേണ്ടത്? അല്ല, അവരുടെ ഫീലിങ്സ് നിങ്ങളോടല്ലാതെ മറ്റാരോടാ ഷെയർ ചെയ്യേണ്ടത്? പറഞ്ഞേ. അളിയൻ പറഞ്ഞ ശരിയാ. റൗഡി കൊച്ചും പാർവതിയും പറഞ്ഞതൊക്കെ വളരെ ശരിയായിരുന്നു. എന്തായാലും ഇവരെക്കാളും ഗ്രേറ്റ് അവര് തന്നെ. എക്സാക്ട്ലി. അവര് നിങ്ങളെ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ പുണ്യ, നിങ്ങളുടെ ഭാഗ്യം. നിങ്ങൾ ശരിക്കും അവരെ ഹേർട്ട് ചെയ്യാ ചെയ്ത്. വെറുതെ ഹേർട്ട് ചെയ്യാൻ മാത്രമല്ല, അവരുടെ മനസ്സെ നല്ലതുപോലെ വേദനിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ്, അതിന് ഞങ്ങൾ സോറി പറഞ്ഞില്ലേടോ. ഇനി അവരുടെ മുന്നിൽ പോയി ഞങ്ങൾ കാലേ കാണി പിടിക്കണോ? അതിലെന്താ തെറ്റ്? അവര് നിങ്ങളുടെ പെണ്ണല്ലേ. അവരെ സമാധാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് അവരുടെ മുമ്പിൽ പോയി അവര് പറയുന്നത് എല്ലാം ചെയ്യണം. അവരുടെ മനസ്സ് മുഴുവൻ സ്നേഹം, അതാദ്യം മനസ്സിലാക്കുക. അവരെ എത്രയൊക്കെ വേദനിപ്പിച്ചാലും സ്നേഹിക്കുന്നത് നിങ്ങളെ തന്നെയാണല്ലോ, അതൊരിക്കലും മറക്കരുത്. നിങ്ങളുടെ ഈഗോക്ക് മാറ്റിവെച്ച് അവരെന്താണോ പറയുന്നത് അതൊക്കെ അനുസരിക്കുക. ശരിയാ, ഒന്ന് പോയി സോറി പറഞ്ഞു എന്ന് വെച്ച് നിങ്ങളുടെ ഇമേജ് ഒന്നും പോവില്ല. നിങ്ങൾ സോറി പറയുന്നത് CCTV റെക്കോർഡ് ചെയ്ത് ഇന്റർനെറ്റിൽ വൈറലും ആക്കില്ല. ഇതിനെയും കണ്ടിന്യൂ ചെയ്യണ്ട, കൂടുതൽ വഷളാവേ ഉള്ളൂ. വേഗം പോയി അവരോട് ക്ഷമ പറയുന്നതാ നല്ലത്. എന്താടോ സുമേഷേ, കാറ്റ് പോയ ബലൂൺ പോലെ ഇരിക്കുന്നു? ബോസ് പറഞ്ഞത് വളരെ ശരിയാ. ഞാനിപ്പോ കാറ്റ് കുത്തിക്കളഞ്ഞ ഹൈഡ്രജൻ ബലൂൺ പോലെയായി. എന്താ പറ്റിയത്? അതിനി ഞാൻ എങ്ങനെ പറയാനാ സാറേ? ഡ്രാമയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന ആ പെണ്ണില്ലേ, അവൾ അങ്ങനെ ഒന്നും പോയില്ല. എന്ത് സംഭവിച്ചാലും അവള് തിരിച്ചു വരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. അങ്ങനെ അവള് തിരിച്ചു വന്നാ എന്നെ ടാർഗറ്റ് ചെയ്ത് എന്റെ ചോര ഊറ്റി കുടിക്കുമെന്നും എനിക്ക് ഉറപ്പാ. അയ്യോ എടോ സുമേഷേ, അവൾ എന്തിനാടോ തന്നെ കൊല്ലുന്നത്? ഈ ഡ്രാമയ്ക്ക് വേണ്ടി അവളെ സമ്മതിപ്പിക്കാൻ അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരാം. ന്യായമായി അവൾക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ന്യായമായിട്ടൊക്കെ എന്താ കിട്ടേണ്ടിയിരുന്നത്? അന്ന് എനിക്ക് മനസ്സിലായില്ല, ഇന്ന് എനിക്ക് മനസ്സിലായ. അവൾക്ക് ബോസിനെ കിട്ടിയേ പറ്റൂന്നാ പറയുന്നത്. ന്യായമായി നോക്കി അവൾക്ക് കിട്ടേണ്ടത് ബോസിനെയാണെന്ന്. വാട്ട്? അത് മാത്രമല്ല ബോസ്, അവൾക്ക് ബോസിനെ കിട്ടിയേ പറ്റൂ. അതിനു വേണ്ടി അവൾ എന്ത് ചെയ്യാനും തയ്യാറാണെന്ന്. അവൾ അത് പറഞ്ഞപ്പോഴേ ആ പറഞ്ഞതിന്റെ ടോണും എഫക്ട്സും ഒക്കെ കേട്ടിട്ട് എന്റെ ചെവിയിൽ നിന്ന് പോകുന്നേ ഇല്ല, അറിയോ? എനിക്കറിയായിരുന്നു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണോ ഡ്രാമ കളിക്കാൻ അവളെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞത്? ഡോൺ വെറി വേദാന്ത്, ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ? അവള് പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളെ കൊന്നേനെ. വെറുതെ ടെൻഷൻ ആവല്ലേ? എടോ സുമേഷേ, ഇനിയെങ്കിലും കുറച്ച് കോമൺ സെൻസ് ഉപയോഗിക്കാൻ പഠിക്കേ. ബുദ്ധിയുണ്ടോ തനിക്ക്? അവൾ എത്ര വലിയ സൈക്കോ ആണെന്നറിയോ? അയ്യോ സാർ, ഞാനൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നേ ഉള്ളൂ. അവൾ ഇത്രയും അറിയാമെങ്കിൽ നിങ്ങളല്ലേ റിജക്ട് ചെയ്യണ്ടേ? ആവശ്യത്തിന് അത് സമ്മതിച്ചിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയുന്നു അല്ലേ? എക്സ്ക്യൂസ് മീ, ഞാൻ ആദ്യം തന്നെ തന്നോട് പറഞ്ഞ കാര്യങ്ങളല്ലോടോ. ഞാൻ ചോദിച്ചതല്ലേ ഇവിടെ എവിടുന്ന തനിക്ക് കിട്ടിയെന്ന്? താനല്ലേ എല്ലാം പറഞ്ഞവളെ കൺവിൻസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞത്. ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്നിരുന്ന് കരയുവാണോ? ഇതുപോലെ ഹിസ്റ്ററി അറിയാതെ ആരെങ്കിലും വിളിച്ചോണ്ട് വന്നാൽ തന്നെ ആയിരിക്കും അത് അടിച്ചിറക്കുന്നത്. തന്റെ ഒരു വർഷത്തെ സാലറി ഞാൻ കട്ട് ചെയ്യും. അയ്യോ, അത് കൊള്ളാൻ വേദം. കുറച്ച് നാൾ സാലറി ഇല്ലാതെ ജോലി ചെയ്യട്ടെ.
5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മേഡത്തിനെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിക്ക് ഞാനൊരു ലവ് ലെറ്റർ കൊടുത്തു. അതിന് 5 മണിക്കൂർ എന്റെ കണക്ക് മാഷ് ഇതേ നിപ്പ എന്നെ സ്കൂളിൽ പിടിച്ചു നിർത്തി. എന്നാൽ ഞാൻ അത്രയും വലിയ ശിക്ഷ അനുഭവിച്ചിട്ടും എന്റെ പ്രണയം പൂവിട്ടില്ല. അതിനുള്ള കപ്പാസിറ്റി എനിക്കില്ലെന്ന് മനസ്സിലായി. ബോഡി വീക്ക് ആവുകയും ചെയ്തു. ദയവ് ചെയ്ത് എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കരുത്. എന്നെ വെറുതെ വിടണം. ഇത്തവണ എല്ലാവരോടും ഒന്ന് ക്ഷമിക്കും മേഡം. ഷട്ടപ്പ് സുമേഷേ, ഇവരെക്കാൾ പനിഷ്മെന്റ് കൂടുതൽ നിനക്കായിരിക്കും. അത്രയ്ക്ക് വലിയ മഹാപരാധം ഞാൻ എന്താ ചെയ്തേ? ബോസിന് ലവേഴ്സിനെ പോലെ ആക്ട് ചെയ്യാൻ പെൺകുട്ടികളെ വേണമെന്ന് പറഞ്ഞു. ഞാനത് ഒപ്പിച്ചു. ഗുരു ചോദിക്കുന്നത് ശിഷ്യൻ ചെയ്തു കൊടുക്കേണ്ടതല്ലേ ധർമ്മം? അല്ല, അത് അധർമ്മമാണ്, അന്യായമാണ്. ചേട്ടൻ അങ്ങനെ ചോദിച്ചാ നീ ഇല്ലാന്ന് പറയണായിരുന്നു. അവസാനം എല്ലാ കുറ്റവും നിന്റേത് മാത്രമായല്ലോ സുമേഷേ. ആദ്യ ഞങ്ങൾക്ക് മാത്രമുള്ള മോളെ പണിഷ്മെന്റ് ഇത് ശരിയല്ല. സിദ്ധാർത്ഥം ഞങ്ങളുടെ കൂടെ ഇൻവോൾവ് ആയിട്ടുള്ളതാ. ആണോ സർ? പൊക്കോളൂ, ഇരുന്നോളൂ. അയ്യോ ഇല്ല, വെറുതെ നിന്നെ പറ്റിക്കുന്നതാ. ദേഷ്യം കൊണ്ട് എനിക്കുള്ള പണി തരാൻ നോക്ക്. ഞാനിതിൽ ഇൻവോൾവ് ആയിട്ടില്ല. ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് ഞാൻ തന്നെ പറഞ്ഞതാ. ചോദിച്ചു നോക്ക്. ആണോ? കേട്ടില്ലേ എന്റെ ബോസും ആദി സാറും ഇന്നും വരെ കള്ളം പറഞ്ഞിട്ടില്ല. അറിയോ? പോയിരിക്കെ വെറുതെ നല്ലവനായിട്ട് അഭിനയിക്കൊന്നും വേണ്ട. ഞങ്ങൾ ഇത്രയും പേര് ഇരിക്കുന്നത് കണ്ടില്ലേ? ഇങ്ങോട്ടൊന്ന് ഇരിക്കാൻ നോക്ക്. അത് ശരിയാണല്ലോ, കറക്റ്റ്. പോയിരിക്കും, വേഗം പോ. അയ്യോ അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അളിയ വന്നിരിക്കി. അളിയന്മാരെന്ന് പറഞ്ഞാ എപ്പോഴും ഒന്നിച്ചിരിക്കണ്ടേ? വന്നേ ഇവിടെ ഇരിക്കേ. വേഗം വന്നിരിക്കും സിദ്ധാർത്ഥ് സാർ. ഞങ്ങളെ നോക്കി വെറുതെ ചിരിച്ചോണ്ടിരുന്നല്ലേ? ഇനി നമുക്ക് ഒരുമിച്ച് ചിരിക്കാം. എനിക്ക് പണി തരുമല്ലേ? ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു മോശ സമയം വരുമ്പോ നമ്മുടെ കൂടെ ഉള്ളവർക്കും അത് വരണമല്ലോ. അതുകൊണ്ടാ. എന്താ? എന്നാലല്ലേ ഒരു കമ്പനി കിട്ടും. വേദാന്ത്, കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. എന്താ ചെയ്യാ? ആണല്ലേ? ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. എന്താ അവിടെ രണ്ടുപേരും കൂടി ഒരു സ്വകാര്യം? മോളെ പ്ലീസ് ഒന്ന് വിട്. ഞങ്ങളുടെ പേരിൽ എല്ലാരും നിന്നെ വേദനിപ്പിക്കുന്നേ. കാര്യങ്ങൾ ഞങ്ങൾ വിചാരിച്ച പോലെ അല്ല നടന്നത്. നോ വേ, ഒരു വഴിയില്ല. ഇതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. നിങ്ങൾ എവിടെ സ്റ്റുഡൻസും ഞാൻ ടീച്ചറുവാ. ഞാൻ പറയുന്ന ശിക്ഷ നിങ്ങൾ എന്തായാലും അനുഭവിച്ചേ പറ്റൂ. അതിലൊരു മാറ്റവും ഇല്ല. ആദ്യ ചേട്ടൻ ചെയ്ത തെറ്റിന് എന്നെ എന്തിനെ ശിക്ഷിക്കുന്നേ? ഇതൊക്കെ അന്യായമാണ്. ചേട്ടന്മാര് ചെയ്ത തെറ്റിന് നിങ്ങൾ അനിയന്മാര് സപ്പോർട്ട് ചെയ്തല്ലോ. അതിന് നിങ്ങൾ ഈ ശിക്ഷ അനുഭവിക്കണം. ഇതെല്ലാം ന്യായം തന്നെയാ. തെറ്റ് ചെയ്തൊരു ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അതാണ് ന്യായം. ഹലോ, ഓവർ ആക്ടിംഗ് ഒന്നും വേണ്ട. ഞാൻ ആ കാര്യത്തിൽ ഫേമസ് ആണല്ലോ. അല്ല, എന്റെ ഒരു രീതി അതായതുകൊണ്ട് മാറ്റാൻ പറ്റില്ല. മേഡം, കാല് നന്നായിട്ട് വേദനിക്കുന്നു. ഒരു 2 മിനിറ്റ് ബ്രേക്ക് കിട്ടുവോ? ഒന്നുമില്ല. പെൺകുട്ടികളുടെ വേദന എന്താണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. പറഞ്ഞു കൊടുക്ക്. എനിക്കെല്ലാം മനസ്സിലായി. എനിക്ക് നേരത്തെ എല്ലാം മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ വിട്ടേക്ക് പ്ലീസ്. ആദ്യ നോ എക്സ്ക്യൂസസ് പ്ലീസ്. ഇനി എത്ര നേരം ഇങ്ങനെ നിൽക്കേണ്ടി വരുമെന്നൊന്ന് പറ എന്റെ പൊന്നനിയത്തി. സത്യത്തിൽ നിങ്ങളോടുള്ള ദേഷ്യത്തിൽ ഒരാഴ്ച ഇങ്ങനെ നിർത്താനാ തോന്നുന്നേ. പക്ഷെ എന്റെ ചേട്ടത്തിമാരുടെ മുഖം കണ്ടിട്ട് മാത്രം നിങ്ങൾ വെറുതെ വിടുക. ഞങ്ങൾ ചെയ്ത തെറ്റിന് എത്ര വേണേലും മാപ്പ് പറയാൻ ഞങ്ങൾ തയ്യാറാണ് ആദ്യം. നിങ്ങൾ സോറി പറയേണ്ടത് എന്നോടല്ല, അമ്മുവിനോടും പാറുവിനോടും. സോറി പറഞ്ഞാ വിടുവോ മിസ്? ആദ്യം പോയി സോറി പറയട്ടെ. ഒന്ന് പോയി സോറി പറയൂ ബോസ്. ഞാൻ ഇനി ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ എന്റെ 2 കാലിന്റെ കാര്യം ഞാൻ മറക്കേണ്ടി വരും. നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെയാണ് കാല് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് ഞാൻ എന്റെ കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. ആര് ഫോട്ടോ എടുക്കും? ഞാൻ എന്തായാലും എടുക്കുന്നില്ല. മറ്റുള്ളവരുടെ വേദന കണ്ട് സന്തോഷിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെയാണല്ലേ? ഇപ്പൊ തനിക്ക് മനസ്സിലായല്ലോ അല്ലേ? കല്യാണം കഴിഞ്ഞ് കാലില്ലാതെ ആദ്യരാത്രി ആഘോഷിച്ച ഞങ്ങൾക്ക് ഇങ്ങനെ കുട്ടികൾ ഉണ്ടാകുമെന്നാ? എടാ അതിന് തന്നെ ആര് കല്യാണം കഴിക്കാനാ? ഉണ്ട്, അതൊക്കെ ഉണ്ട്. എന്റെ മനസ്സ് കവർന്നൊരു പെണ്ണ്. വേദാന്ത്, ഇവിടെ നമ്മളെ വെറുതെ വിടാൻ തോന്നുന്നില്ല. നമുക്ക് സോറി പറഞ്ഞാലോ? വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. എന്നാ ശരി ആദ്യ, നീ പറഞ്ഞത് ശരി തന്നെയാ. ഞങ്ങൾ അവരോട് സോറി പറഞ്ഞോളാം. സോറി പറയണം. അവരെ കാലിൽ വീണിട്ടാണെങ്കിലും സമാധാനിപ്പിക്കണം. ശരി എഴുന്നേക്ക. ഞാൻ ഇവരോട് എഴുന്നേക്കാൻ പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും അവിടെ ഇരിക്കും. ചെയ്തത് അവൾ
അവരാണെങ്കിലും അനുഭവിക്കേണ്ടത് ഞങ്ങളാണല്ലോ. ഞാൻ ഇരിക്കാൻ പറഞ്ഞത് കേട്ടില്ലേ? ആ, ഇതുപോലൊരു അനിയത്തിയെ കിട്ടിയാലേ ജീവിതം കുളമായി. എന്തേലും പറഞ്ഞോ? ഏയ് ഞാനൊന്നും പറഞ്ഞില്ല മോളെ. അതെ നമുക്ക് പോവാടാ. വാ. ബോസ്, ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ നിങ്ങളുടെ അനിയന്മാർക്ക് വേണ്ടി വേഗം തന്നെ സെറ്റാക്കണം. ബ്രോ, ഞങ്ങളുടെ വേദന നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ബ്രോ, എല്ലാം പറഞ്ഞത് സോൾവ് ആക്കിയിട്ട് വരണേ പ്ലീസ്. ഡോണ്ട് വെറി ഗൈസ്. വാതി. ഏയ്, കൈ ചെവിയിൽ വെക്ക്. എന്റെ പൊന്നീശ്വര, ഈ ഭദ്രകാളിയുടെ കയ്യിൽ നിന്ന് ഒന്ന് വെറുതെ വിടണേ. ഇവിടുന്ന് പെട്ടെന്നൊന്ന് രക്ഷപ്പെടാൻ പറ്റിയ എത്രയും പെട്ടെന്ന് അവിടെ വന്നൊരു തേങ്ങ ഉടയ്ക്കാം. വേദാന്ത്, നീ സോറി പറഞ്ഞ അമൂല്യ കൺവിൻസ് ആവാൻ തോന്നുന്നുണ്ടോ? നിന്റെ ഹിസ്റ്ററി ബുക്ക് എടുത്ത് നിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നോക്ക്. അപ്പൊ മനസ്സിലാവും ഈ വേദാന്ത പണ്ട് എങ്ങനെയായിരുന്നു എന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഹേയ് ഇല്ല അതെ, അവള് തീർച്ചയായിട്ടും എന്നോട് ക്ഷമിക്കും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഓ ആണോ? ഓഫ് കോഴ്സ്. അവള് നാട്ടുകാർക്കൊക്കെ റൗഡി ബേബിയാ, പക്ഷെ എനിക്ക് മാത്രം എന്റെ കഴുതക്കുട്ടിയെ. ഞാൻ സോറി എന്നൊരു വാക്ക് പറഞ്ഞാൽ മതിയാവും. സ്ലോ മോഷനിൽ ഓടി വന്നേ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും തരും. ഓഹോ, ദാറ്റ്സ് ഗ്രേറ്റ്. ഇനി നിന്റെ കാര്യം എങ്ങനെയാ? പാർവതിയും നിന്നോട് ക്ഷമിക്കില്ലേ? സാറി ചെയ്യുന്നത് എന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ല. സാറിന് എന്തായാലും മറ്റൊരു പെണ്ണിനെ കിട്ടാനും പോകുന്നില്ല. ഓഫ് കോഴ്സ് വേദാന്ത്. സോറി പാർവതി. ദേവി അത് എന്നോട് ക്ഷമിക്കണമെന്ന് അവളുടെ മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. അവക്കത് മാത്രം മതി. എന്നെ ക്ഷമിച്ചു സാറെന്ന് പറയും. ആ കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടിയാ. കാരണം എന്താണെന്നറിയോ, ഞങ്ങൾ തമ്മിലുള്ള പ്രണയം ഇന്നലെ തുടങ്ങിയതല്ല. ഒരുപാട് നാളുകളായി എന്നെ ഭ്രാന്ത് പിടിക്കുന്ന അവൾ സ്നേഹിക്കുന്നത്. സോറി പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഒരു കാരണവശാൽ അവൾ എന്നോട് ദേഷ്യപ്പെടില്ല. സോ വാട്ട് നെക്സ്റ്റ്? അമൂല്യയുടെ സ്വഭാവം നിനക്കറിയാവുന്നല്ലേ. അവളൊരു വായാടിയാ. അത്ര ഈസിയായിട്ട് നിന്നോട് ക്ഷമിക്കില്ല. നിന്റെ പാർവതി ഒട്ടും മോശമല്ല. ഒരു നാട്ടുംപുറത്തുകാരിയല്ലേ. ഒരു ലിമിറ്റ് കഴിഞ്ഞാലേ ഭദ്രകാളിയാവും. നിന്നെ ഇനി എത്രയൊക്കെ സ്നേഹിച്ചാലും അത്ര ഈസിയായി നിന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രേമത്തിന്റെ കാര്യത്തില് ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളല്ലേ കൂടുതൽ പൊസസീവ് ആവുന്നത്. ഐ തിങ്ക് സോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഹേയ്, ഐ ഹാവ് എൻ ഐഡിയ. അമൂല്യയോട് എനിക്ക് വേണ്ടി നീ സംസാരിക്കണം. പാർവതിയോട് നിനക്ക് വേണ്ടി ഞാനും സംസാരിക്കാം. അങ്ങനെ എന്തായാലും നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ട് ഐഡിയ? നോട്ട് എ ബാഡ് ഐഡിയ. ഗുഡ് ലക്ക് ടു us. യെസ്. എന്റെ സാറിന് ഒരിക്കലും ഇങ്ങനെയൊക്കെ മാറാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. ഞാൻ ഇത്രയും നാള് സ്നേഹിച്ചത് ഇദ്ദേഹത്തെ തന്നെയായിരുന്നോ? അല്ല, അതിന് മാത്രം ഞാൻ എന്ത് തെറ്റ ചെയ്തേ? പ്രണയിക്കുന്ന ആളെ ഒന്ന് വഴക്ക് പറയാനുള്ള അധികാരം പോലും പെൺകുട്ടികൾക്കില്ല. ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇല്ലെന്ന് ആരാ പറഞ്ഞേ? ഞങ്ങൾ നിങ്ങൾ രണ്ടാളെയും വേദനിപ്പിച്ചു എന്നുള്ളത് ശരിയാ. അതിൽ ഞങ്ങൾക്ക് ശരിക്കും പശ്ചാത്താപമുണ്ട്. ദയവേത് ഇതൊന്നും മനസ്സിൽ വെക്കരുത്. ആദ്യോട് ക്ഷമിക്കണം. അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. ഓ, സാറിപ്പ എന്നോട് വന്ന് സംസാരിക്കുന്ന പോലെ
അമ്മുനോട് സംസാരിക്കാൻ പോയിരിക്കുന്നത് എന്റെ സാറാണല്ലേ? ചെയ്തു പോയ തെറ്റിന് മുഖത്ത് നോക്കി സോറി പറയാൻ പോലും പറ്റില്ലല്ലോ. ആ പേടി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് അല്ലേ വേദാന്ത് സർ? ഞാൻ അദ്ദേഹത്തെ എന്റെ ജീവന് തുല്യമാണ് സ്നേഹിച്ചത്. ഞാൻ എന്നെക്കാൾ ഏറെ പ്രയോറിറ്റി കൊടുത്തത് അദ്ദേഹത്തിന് മാത്രമാണ്. അദ്ദേഹത്തെ ഞാൻ എന്റെ ഈശ്വരനായി കണ്ട് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സാറ് എന്നോട് ഇത്രയും കാലം കാണിച്ചത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അല്ലാന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ വെച്ച് തന്നെ ഏതോ ഒരു പെണ്ണിന്റെ കൈയും പിടിച്ചു നിന്നില്ലേ? അതെനിക്ക് വേദനിക്കില്ലെന്ന് തോന്നുന്നുണ്ടോ വേദാന്ത് സർ? ശരിയാ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും സാറിനോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ എന്നെ ഇങ്ങനൊക്കെ ശിക്ഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പാർവതി, നീ ഇങ്ങനെ കരയല്ലേ പ്ലീസ്. പെൺകുട്ടികൾ കരയുന്ന എനിക്ക് ഇഷ്ടമല്ല. അത് ഞങ്ങൾക്കും സഹിക്കില്ല. കണ്ടില്ലേ, ഈ കാര്യത്തിൽ പോലും നിങ്ങളുടെ സ്വാർത്ഥത മാത്രം നോക്കുന്നത്. ഞങ്ങള് കരഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്നുള്ളതാ പ്രശ്നം. അല്ലാതെ കരയണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കല്ല. ഇതിൽ തന്നെ മനസ്സിലാക്കാലോ നിങ്ങളൊക്കെ എത്ര സ്വാർത്ഥരാണെന്ന്. പാർവതി പ്ലീസ് അങ്ങനെ പറയല്ലേ. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒന്നല്ല കാര്യം. ഓൾറെഡി ചെയ്തു പോയ തെറ്റിന് ഞങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അതാരോട് പറയുന്നില്ല എന്നേ ഉള്ളൂ. മാത്രമല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ഇതിൽ ആദിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അവനുള്ള ദേഷ്യമൊക്കെ പാർവതി മറക്കണം. അവൻ ശരിക്കൊരു പഞ്ചപാവ പാർവതി. എത്ര പാവമാണെങ്കിലും ശരി, സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവണം സർ. കൂട്ടുകാരനെ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചെയ്ത ഈ തെറ്റിന് സാർ ഒറ്റയ്ക്ക് തലയിലെടുത്ത് വെക്കാൻ വന്നത്? അതിനല്ലേ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ സാർ എന്നോട് ചെയ്ത ഈ തെറ്റുകൾക്ക് ഞാൻ ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല. എല്ലാ ആണുങ്ങളെ പോലെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് തെളിയിച്ചില്ലേ ആ അഹങ്കാരി. പണ്ടൊക്കെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കില്ലായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഒരു പെണ്ണിന്റെ കൈയും പിടിച്ചാ നടന്നു പോയത്. ആലോചിക്കുമ്പോ തന്നെ എന്റെ തൊലി ഉരിഞ്ഞു പോകുന്നു. ഇനി ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വാ. നിന്നെ കട്ട് ചെയ്ത് രണ്ട് കഷ്ണമാക്കും കണ്ടോ. എടാ അഹങ്കാരി, നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ ദേഷ്യം നിനക്ക് അറിയാലോ. ഇല്ലെങ്കിൽ നീ അറിയാൻ പോകുന്നേ ഉള്ളൂ. നോക്കിക്കോ. ഓ, ദേഷ്യം തണുപ്പിക്കാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ? ഇതിലൊന്നും വീഴുന്ന ആളല്ല ഞാൻ, അറിയാലോ. സാറായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു. ഞാൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ബെസ്റ്റ് ഫ്രണ്ട് അയച്ചതായിരിക്കും അല്ലേ? അതോ ഞാൻ ഇനി വിഷമം കൊണ്ട് എന്തെങ്കിലും കയ്യബദ്ധം ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി അയച്ചതാണോ ഫ്രണ്ട്? സാറിന്റെ ഫ്രണ്ടും ഒക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തോന്നല് മാത്രോ. ഇതിന്റെയൊക്കെ പേരിൽ ഓടിപ്പോയി ആവശ്യമില്ലാത്ത ചെയ്യുന്ന പെണ്ണൊന്നും അല്ല ഞാൻ. റൗഡി ബേബി. എന്താണെങ്കിലും ശരി, അതിനെ മുന്നിൽ നിന്ന് ഫേസ് ചെയ്യുന്നവളാ ഈ അമ്മു. എനിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് പോയി ഫ്രണ്ടിനോട് പറഞ്ഞേക്ക്. കഴിഞ്ഞോ എന്ത് ദേഷ്യവും വിഷമൊക്കെ? അത് ഈ ജന്മത്ത് തീരില്ല, ഇങ്ങനെ തന്നെയായിരിക്കും. ശരി, ആദ്യം വെള്ളം കുടിക്കും. ഈ വെള്ളം കുടിച്ചെന്ന് വെച്ച് എന്റെ ദേഷ്യം മെൽറ്റായി പോകുന്ന ഒട്ടും വിചാരിക്കണ്ട. കാട്ടുതീ പോലെ പടർന്നോണ്ടിരിക്കുക എന്റെ ദേഷ്യം. ആയിക്കോട്ടെ, ആദ്യം വെള്ളം കുടിക്കേ. ഫോഴ്സ് ചെയ്യുന്നോണ്ട് മാത്രം കുടിക്കാം, അല്ലാതെ എനിക്ക് ദാഹിച്ചിട്ടൊന്നും അല്ല. എന്താ പ്രശ്നം? ഒരു ഡൗട്ട്. എന്താ? ആരും അറിയാതെ ഈ വെള്ളത്തില് എന്തെങ്കിലും കലക്കി തന്നിട്ടുണ്ടോ ആ കള്ളച്ചെറുക്കൻ? ആദ്യം സാറ് കുടിക്കും, ഒരു കുഴപ്പമില്ലെങ്കിൽ ഞാൻ കുടിച്ചോളാം. ദിസ് ഈസ് ടു മച്ച് അമൂല്യ. പ്രണയിച്ച ആളെ കുറിച്ച് ഇങ്ങനൊന്നും ആലോചിക്കരുത്. വേദാന്ത് നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? അതെ അതെ, അതുകൊണ്ടാണല്ലോ പട്ടിക്കുട്ടി എല്ലും കഷ്ണത്തിന്റെ പുറകെ പോകുന്ന പോലെ ഈ നാട്ടുകാരെ മുഴുവൻ കാണിച്ച ഒരു പെണ്ണിന്റെ പുറകെ പോയത് അല്ലേ? അവൻ അങ്ങനെ ചെയ്തതിന് പിന്നിൽ നിന്നോടുള്ള ദേഷ്യമാണ്.
അവനോട് ചെയ്തതിന് എന്തെങ്കിലും തിരിച്ചു ചെയ്യണമെന്നല്ലാതെ അവനൊരു ദേഷ്യവും ഇല്ല. അല്ല, സാറിന്റെ സ്ഥാനത്ത് പാറുവായിരുന്നെങ്കിൽ അവൾ ഏതെങ്കിലും ചെക്കന്റെ കൈയും പിടിച്ചിങ്ങനെ നടന്നു പോകുന്നത് കണ്ട സാർ ഇങ്ങനെയായിരിക്കോ പ്രതികരിക്കുക?